കേരളത്തിലെ രാജാക്കന്മാരെല്ലാവരും ഒരു കാലത്ത് ഇവിടെ തൃക്കാക്കരയിൽ വാമനമൂർത്തിയെ വന്ന് തൊഴാൻ വന്നിരുന്നു. ഈ ദിവസം, അത്തത്തിൻ്റെ ദിവസം വേഷം കെട്ടി വരണമെന്നും കൂടെ അന്നത്തെ ചേരമാൻ പെരുമാൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവരിവിടെ വരുമ്പോൾ എല്ലാവരും വേഷഭൂഷാദികളോടി വന്ന് വാമനമൂർത്തിയെ കണ്ട് തൊഴുതു പോകും. ഇതായിരുന്നു ചടങ്ങ്. അവസാനം എല്ലാവരും പല ദിക്കിന്നും വരണ്ടേ, വരാനുള്ള പ്രയാസം കാരണം വരാതെ അവസാനം കൊച്ചി മഹാരാജാവ് മാത്രമായി. അപ്പോൾ കൊച്ചി മഹാരാജാവ് തൃപ്പൂണിത്തുറയിലാണല്ലോ അവസാനം അവരുടെ കേന്ദ്രമായിരുന്നത്. ഇവിടുന്ന് പോകാൻ വളരെ എളുപ്പമാണ്. അത് കാരണം കൊച്ചി മഹാരാജാവിൻ്റെ മാത്രമായി മാറി അത്തച്ചമയം. അതും മുടങ്ങി വരികയാണ്, മഴ പെയ്തു. അതുകൊണ്ട് അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ മാത്രം ഒരു പ്രദക്ഷിണം വെച്ചു. പക്ഷേ അത് പിന്നീട് എന്തായി മാറിയെന്ന് വെച്ചാൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം സകല സാമുദായിക നേതാക്കന്മാരും മത നേതാക്കന്മാരും അവരെല്ലാവരും പങ്കെടുത്തിരുന്നു. കരിങ്ങാച്ചിറ കത്തനാർ, ചെമ്പിൽ അരയൻ, നെട്ടൂർ തങ്ങൾ അമ്പലത്തിൽ പോവാണ്ട് ഇവിടെ പ്രദക്ഷിണമായി നടന്നിരുന്നതിന് എല്ലാ ജാതി മതസ്ഥരുടെയും പങ്കാളിത്തം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്നത്തെ നിലയിലുള്ള ഒരത്തച്ചമയമാർ. അതിൽ രാജാവില്ല, പ്രജകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും വന്നു ചേർന്ന് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു വേള.